വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്റ്റ്യൂഡ്. സോ അപ്പോൾ നിങ്ങളുടെ ട്രാവൽ സ്റ്റ്യൂഡ് കോൾച്ചീസ് ഫൗണ്ടൻ, അതായത് കുത്തേസി സെന്ററിൽ നിന്നാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മളൊരു 3 to 4 days ആയി കുത്തേസിയിൽ എത്തിയിട്ട്. ബട്ട് ഫസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് റെയിനി ആയിരുന്നു ഫ്രണ്ട്സ്. അങ്ങ് കാണുന്നത് ഇവരുടെ ഒരു തിയേറ്റർ ആണ്. സോ അപ്പോൾ ഇത് 1850s സ്റ്റാർട്ട് ചെയ്ത ഒരു തിയേറ്റർ ആണ്. ഡ്രാമ, ബാലെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലൈവായിട്ട് നടത്തുന്ന അവരുടെ ഒരു കൾച്ചറൽ സെന്റർ ആണത്. സോ ഇപ്പോൾ അതിന്റെ സെന്ററിൽ, ആ റൗണ്ട് അബൌട്ടിന്റെ സെന്ററിലാണ് ഈ ഒരു കോൾച്ചീസ് ഫൗണ്ടൻ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ, ഇത് കുത്തേസി സെന്റർ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുത്തേസിയുടെ ഒരു ഹിസ്റ്ററിയാണ്. കുത്തേസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി ഇൻഹാബിറ്റഡ് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ്. നിങ്ങൾക്ക് വിക്കിപീഡിയ ചെക്ക് ചെയ്യാം. 4 to 5 century BC മുതൽ ഉള്ള ഒരു ഹിസ്റ്ററിയാണ് കുത്തേസിക്കുള്ളത്. അപ്പോൾ കുത്തേസി ആയിരുന്നു ജോർജിയയുടെ പണ്ടത്തെ, നമ്മൾ പറയുവാണെങ്കിൽ അവരുടെ ഒരു പ്രമുഖ പട്ടണം. ഇപ്പൊ ടിബിലിസിനയിലൊക്കെ ഒത്തിരി എന്താ പറയാ കൾച്ചറലി പ്രാധാന്യമുള്ളതാണ് കുത്തേസി. കാരണം അത് ജെയ്സൺ ആൻഡ് അർഗോനോട്ട്സ്, നമ്മള് യൂറോപ്പ് സ്ക്വയറിൽ കണ്ടില്ലേ, ആ ഒരു ഗോൾഡൻ ഫ്ലീസ് പിടിച്ചു നിൽക്കുന്ന അവരുടെ ആ ഒരു മെദിയ, അതായത് കിങ് ആത്തീസിന്റെ, ഗ്രീക്ക് മിത്തോളജിയിലെ കിങ് ആത്തീസിന്റെ മെദിയ, ആ ഗോൾഡൻ ഫ്ലീസ് പിടിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ആ ഗോൾഡൻ ഫ്ലീസ് സ്റ്റീൽ ചെയ്തിട്ട് അവരൊരു ജേണി ഉണ്ടായിരുന്നു. സോ ആ ജേണി അവസാനിച്ച ഒരു പട്ടണമാണ് കുത്തേസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കുത്തേസിയിലെ ഈ കോൾച്ചീസ് ഫൗണ്ടൻ അവരുടെ ഹിസ്റ്ററിയിൽ ഒരു റിമാർക്കബിൾ ഒരു ഫാക്ടറാണ്. സോ അപ്പോൾ അതാണ് കുത്തേസി സെന്ററിൽ അവർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇവർക്ക് പല എക്സ്കവേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർണമെന്റ്സിന്റെ ആ ഒരു ആകൃതിയിലാണ്, ആ ഓർണമെന്റ്സിലുള്ള കാര്യങ്ങളാണ് നെക്ലസ്, അങ്ങനെ ഒരു ഡിസൈൻ ഫൗണ്ടൻ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ലൈവ് ആണെങ്കിൽ നല്ല ഭംഗിയാണ്, ആ ഒരു ബ്ലൂയിഷ് കളറൊക്കെ ആയിട്ട്. സോ അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഫ്രണ്ട്സ് സംസാരിക്കുന്നത്. കുത്തേസി സിറ്റി ടൂർ, വാക്ക് ടൂർ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഇത് എല്ലാം അടുത്താണ്. അപ്പോൾ ഇത് ഇറ്റ്സ് എ ജോയിന്റ് പ്രോജക്ട് ബൈ യൂറോപ്യൻ യൂണിയൻ, ജോർജിയൻ ഗവൺമെന്റും കൂടിയുള്ളൊരു അതിൻ്റെ ഒരു മോണിമെന്റ്, ഒരു സ്മാരകമാണ് ഹിന്ദു ഫൗണ്ടൻ. സോ ഈ ഒരു സെന്ററിൽ ഒത്തിരി ഇങ്ങനെ പഴയ, അതായത് ഒരു അവരുടെ ഒരു 19th century, ഒരു സെഞ്ചുറീസ് ബാക്ക് ഉള്ള ആ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനൊക്കെയാണ്. സോ ഇപ്പോൾ എവിടെ നോക്കണമെന്നാ ഫ്രണ്ട്സ്, കാരണം കുത്തേസി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ടിബിലിസിനയിലും. ബട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻസ് ഞാനിപ്പോൾ ഓരോന്നോരോന്ന് പറയാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നമ്മൾ എന്തൊക്കെ കണ്ടു എന്നുള്ളത്. ഇപ്പോൾ ഈ സ്ട്രീറ്റ് മുഴുവനും യൂറോപ്യൻ യൂണിയൻ്റെയും ജോർജിയൻ്റെയും ഫ്ലാഗ്സ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷൻസും ഇവിടെയുണ്ട്. ഓരോ മോണിമെൻറ്റും ഓരോ സ്റ്റാച്യൂസൊക്കെ നമ്മളിവിടെ കാണുന്നത്. സോ അപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യാനായിട്ടാണ് ആ പാർക്കിൽ നിന്ന് നേരെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. സോ അപ്പോൾ ഓരോ ശില്പത്തിനും അത്രയും പെർഫെക്ഷനാണ് ഫ്രണ്ട്സ്. എങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫീമെയിലിൻ്റെ ഒരു ബോഡി അതുപോലെ തന്നെ എത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്രാവൽ സ്റ്റ്യൂഡിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു വ്ളോഗിങ് സെഷനിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഓൾഡസ്റ്റ് ഇൻഹാബിറ്റഡ് സിറ്റി ആണ് കുത്തേസി. സോ കുത്തേസി സെന്ററിൽ നമ്മൾ കോൾച്ചീസ് ഫൗണ്ടൻ കണ്ടു. അവരുടെ ഒരു ഫൗണ്ടന് പുറകിലുള്ള തിയേറ്റർ നമ്മൾ കണ്ടു. ലോഡോ മെസ്കിഷിബിലി എന്നുള്ള ഒരു തിയേറ്റർ ആണ്. സോ ഡ്രാമാസ്, ലൈവ് ഡ്രാമാസ്, പെർഫോമൻസ് ഒക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഏകദേശം 1950 they built that huge theatre over there, so only to focus on the live performance, dramas, etc. And behind me you can see one another opera theatre. So you can see the big theatre, also very beautiful, stunning structure, the design and everything.
ആൻഡ് ഫേസിങ് ഓൾഡ് പാർക്ക് ഓഫ് കുത്തേസി. സോ നമ്മൾ ആ പാർക്കിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം കണ്ടു. അതിന് എതിർവശത്തായിട്ട് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സ്ട്രക്ചർ, ഒരു മോണുമെന്റ് കാണാം. ഇതിന് പുറകെ വശത്തിട്ടാണ് വൈറ്റ് ബ്രിഡ്ജ് ഉള്ളത്. സോ ജസ്റ്റ് 2 minutes വാക്ക് അവേ. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ വൈറ്റ് ബ്രിഡ്ജ്. ഒരു സാംസ്കാരിക നഗര, അവരുടെ ഒരു സിറ്റി കൾച്ചറൽ സെന്റർ ആയിരുന്നു കുത്തേസി. സോ അതുകൊണ്ടാണ് ഇത്രയും ഒരു തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 1 minute വാക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ എന്താ പറയുക ഒപ്ര തിയേറ്ററിന് ഫേസ് ചെയ്തിട്ടുള്ള റോഡ്, അതായത് നമ്മൾ ഈ ഒരു റോഡ് നേരെ നടക്കുമ്പോഴേക്കും നമുക്ക് അവിടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വൈറ്റ് ബ്രിഡ്ജ് കാണാം. അപ്പോൾ ആക്ച്വലി ഇതെല്ലാം അടുത്തടുത്താണ്. സോ വി ക്യാൻ ഗോ ബൈ വാക്ക് ഇറ്റ് സെൽഫ്. പിന്നെ ഒരു കത്തീഡ്രൽ ഉണ്ട്, അത് മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതുള്ളൂ. കാരണം കത്തീഡ്രൽ ആകുമ്പോൾ എന്തായാലും ഒരു മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാണ് ഓപ്പറ തിയേറ്റർ. അതിന്റെ മുകളിൽ ആ ഒരു സ്റ്റാച്യൂസ് കണ്ടോ? ഇറ്റ്സ് റിയലി റിമാർക്കബിൾ. പിന്നെ ഇതിന് ചുറ്റും ഒത്തിരി ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കാര്യങ്ങളുണ്ട്. ക്ലാസിക് ജോർജിയൻ സ്ട്രീറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. സോ ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റിന്റെ വൈബ് സെന്റാലിൽ ഡിഫറെന്റ്, ഒരു ഭയങ്കര എലഗന്റ് ആണ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് കുത്തേസി സെന്ററിൽ നമ്മൾ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നെത്തുന്ന ഒരു സെന്ററിൽ, ഒരു ജംഗ്ഷനിൽ. സോ അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ആണ്. അതായത് കുത്തേസി സിറ്റി സെന്ററിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു വലിയ ഹ്യൂജ് റൗണ്ട് അബൌട്ടാണ്, ബസ് സ്റ്റോപ്പാണ്. സോ അപ്പോൾ ഈ ഒരു കുത്തേസി ഇൻഫർമേഷൻ സെന്ററിൽ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നമ്മൾ ചെല്ലുവാണ്. കാരണം വൈറ്റ് ബ്രിഡ്ജിൽ പോവുകയാണെങ്കിൽ, താഴേന്ന് പോവുകയാണെങ്കിൽ കുറേ കൂടെ ആ ഒരു സ്റ്റോൺസ് എല്ലാം, ആ വൈറ്റ് ബ്രിഡ്ജിന്റെ ആ ഒരു സ്റ്റോൺസ് എല്ലാം വൈറ്റ് കളറാണ്. സോ അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഡെസ്ക് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻസ്, ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്കെ. സോ ഐ ഷുഡ് റൈറ്റ് മൈ നെയിം. Yeah, and your email address, how you like the touristic servicing. Could I see the questions will be sent on your email address? Where are you from? I'm from India. Good. Is it your first time? Georgia, going to be 2 months now. I reached last month. Okay, good. So anyway, nice to meet you. I will take only the small one. Yeah, this is enough for me. Or you can also use the balcony and stairs to go down and just go back. Yeah, so I use this better. Yeah. Thank you so much. Yeah, awesome. അവരുടെ ആ ഒരു ഇൻഫർമേഷൻ സെന്റർ ആണ്. സോ നമ്മൾ കുത്തേസി സെന്റർ സിറ്റി ടൂറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പുറകില്
Bridge. White Bridge is one of the busiest tourist attraction in Kutesi city center. So ഇവിടുന്ന് ഒരു കേബിൾ കാർ പോകുന്നുണ്ട്, നമ്മളത് കണ്ടു. ഈ ഒരു റിവറിന്റെ പേര് റിയോണി റിവർ എന്നാണ്. സോ 1850s ഈ ഒരു ബ്രിഡ്ജ് അവർ നിർമ്മിച്ചു. അതൊരു എഞ്ചിനീയർ ആയിരുന്നു, ഒരു മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു ആ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തത്. സോ ആഫ്റ്റർ 1852 അത് കംപ്ലീറ്റ് ചെയ്യുകയും 60s അത് ഒരു വാറോ അങ്ങനെ എന്തൊക്കെയോ ഇൻവേഷനൊക്കെ കൊണ്ട് അത് ഡിസ്ട്രക്ഷൻ ആവുകയും അതിനുശേഷം അത് ഒന്നും കൂടി അവർ 70s റീബിൽഡ് ചെയ്തപ്പോൾ അവർക്കത് പഴയതുപോലെ അവർക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഈ ഒരു സ്റ്റോൺസ്, ഈ റിവർ റിയോണിയുടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു വൈറ്റ് സ്റ്റോൺസ് ആണ്. അപ്പൊ അതിന് സിമിലാരിറ്റി കൊടുത്തിട്ട് ഒരു വൈറ്റ് പെയിന്റ് അവർ അടിക്കുകയും അങ്ങനെ the bridge became White Bridge. So now White Bridge is very famous and later it became favorite spot for lovers, couples. So the guy will jump and prove that his love is true. So അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ഒരു റൊമാൻറ്റിക് ഫാക്ടറും കൂടിയുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള സ്റ്റോറിയോട് കൂടിയാണ്, ഹിസ്റ്റോറിക്കൽ ഒരു അട്രാക്ഷൻ ആണ് ഈ ഒരു വൈറ്റ് ബ്രിഡ്ജിനുള്ളത്. അപ്പൊ ഈ റിയോണി റിവറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം, വൈറ്റ് കളറിലുള്ള റോക്സും ഒരു സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വൈറ്റ് കളറിൽ ഒരു പതഞ്ഞൊഴുകുന്ന ആ ഒരു ഫ്ലോ ഉള്ള ഒരു റിവറാണ് റിയോണി റിവർ. ഇപ്പോൾ റെയിൻ ആണെങ്കിലും ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. സോ ഇപ്പോൾ റെയിൻ ഇല്ല, നല്ല ബ്രൈറ്റ് സണ്ണി ഡേ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു അർഗോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്സ്, അർഗോ കാഫേ. അപ്പോൾ ഇതിൻ്റെ അർഗോ കഫേ ഇരിക്കുന്ന ആ ഒരു ബാൽക്കണി വ്യൂ എല്ലാം തന്നെ ഈ റിയോണി റിവറിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പോൾ സൺസെറ്റ് ആവുന്നതിന് മുന്നേ ആ ഒരു ബ്രിഡ്ജ്, അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്, വൈറ്റ് ബ്രിഡ്ജാണ്, അതിലോട്ട് നമ്മൾ പോവാണ്. അതിനുശേഷം നമുക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ കഴിക്കാം. സോ അപ്പം ആ മോളിൽ കയറി വരുമ്പോഴാണ് നമ്മൾക്കിങ്ങനെ വൈറ്റ് ബ്രിഡ്ജിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ട്രാവൽസ് ഗൈഡ് ഇന്ന് ഒരു വാക്ക് ടൂർ കുത്തേസി സെൻറ്ററിലെ ഒരു വാക്ക് ടൂറാണ്. ഓ ഇറ്റ്സ് റിയലി കൂൾ. ഈ ബ്രിഡ്ജ് ഒരു ബ്യൂട്ടിഫുൾ ആണ്, കണ്ടോ, സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു റൊമാൻറ്റിക് ഫീലുള്ള ഒരു ബ്രിഡ്ജാണ്. ഇപ്പം മെറ്റലാണ് ഇതിൻ്റെ ഒരു ഫ്ലോറ്. ഇത് ഡിസ്ട്രക്ഷൻ ചെയ്തിരുന്നു, അത് 1862 ഇത് ബിൽഡ് ചെയ്തതിന് ശേഷം അത് ഡിസ്ട്രക്ട് ചെയ്തതിന് ശേഷം 70s അവരത് റീബിൽഡ് ചെയ്യുമായിരുന്നു. റീബിൽഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ പഴയ ഒരു മോഡിയിലോട്ട് കൊണ്ടുവരാൻ കഴിയാതെ ആയിരുന്നപ്പോഴാണ് ഈ ഒരു വൈറ്റ് പെയിന്റ് അടിച്ച് ഈ ഒരു എൻവയോൺമെന്റിന്, അതായത് ആ ഒരു വൈറ്റ് സ്റ്റോൺസിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ഈ ബ്രിഡ്ജ് അവർക്ക് റീബിൽഡ് ചെയ്യുകയും അങ്ങനെ വൈറ്റ് ബ്രിഡ്ജ് എന്നുള്ള ഒരു റീനെയിം ഇതിന് ഉണ്ടാവുകയും ചെയ്തു. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഈ ഒരു വൈറ്റ് ബ്രിഡ്ജിന് സമീപത്തായിട്ടുണ്ട്. മറുവശത്തും അതുപോലെ തന്നെ ബിഗ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ട്രാവൽസ് ക്യൂട്ടിൻ്റെ നമ്മൾ ഈ ഒരു ജേർണി 1 year ആയി. ഇന്നത്തേക്ക് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആണ് ട്രാവൽസ് ക്യൂട്ടിൻ്റെ. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല. ഇന്ന് ആണെങ്കിൽ മഴയില്ലാത്തൊരു ദിവസമായിരുന്നു. സോ അപ്പോൾ ഞാൻ കരുതി
കുത്തേസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ വ്ളോഗിൽ നിങ്ങൾക്ക് ഒരു 1 വ്ളോഗ് ആയിട്ട് എടുക്കാമെന്ന് കരുതി. സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വാക്ക് ടൂർ പോലെ കുത്തേസി സെന്ററിലെത്തി. കുത്തേസി സെന്ററിൽ നിന്ന് നമ്മൾ ആ ഒരു അവരുടെ പ്രധാനപ്പെട്ട ആ സെന്റർ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നടന്ന് നമ്മൾ പാർക്കിൻ്റെ സൈഡിലൂടെ ആ ഒപ്പേര മ്യൂസിയം, അതായത് അവർ ആ തിയേറ്റർ കണ്ടു. പിന്നെ നേരെ നമ്മൾ വന്നത് ഈ റിയോണി റിവറും വൈറ്റ് ബ്രിഡ്ജും ആണ്. സോ അപ്പോൾ ട്രാവൽ സ്ക്യൂട്ടിന്റെ, അതായത് കുത്തേസിയുടെ ഫസ്റ്റ് ഒരു ഹ്യൂജ്, അതായത് ഒരു വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയുള്ള ഈ ഒരു ഡേ, അതായത് കുത്തേസി സിറ്റി, അതായത് കുത്തേസി സെന്ററിന്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ട്രാവൽ സ്ക്യൂട്ട്. ഒറിജിനൽ, അതായത് ഒത്തന്റിക് ആയിട്ടുള്ള ജോർജിയൻ കൾച്ചറാണ്. ജോർജിയൻസ് ആണ് ഇവിടെ നിറച്ചും ഉള്ളത്. സോ അപ്പം നമുക്ക് ബാത്തുമിലൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി ടർക്കിഷ് പീപ്പിൾ ഉണ്ട്. സോ അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാക്സിമം നമ്മൾ കാണുന്ന എല്ലാം, അതായത് കുത്തേസിയിലുള്ളതെല്ലാം ജോർജിയൻസ്. അത് അവരുടെ ഒരു ലോക്കൽ ഒത്തന്റിക് ആയിട്ടുള്ളൊരു കൾച്ചർ ആണ് കുത്തേസിക്കുള്ളത്. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ ടിബിലിസി പോവുകയാണെങ്കിൽ അർമേനിയൻസ് ഒരുപാടുണ്ട്. ബട്ട് ഇവിടെ കുത്തേസിയിൽ മെജോറിറ്റി ജോർജിയൻസ് ആണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈറ്റ് ബ്രിഡ്ജിൽ നിന്നുമാണ് ട്രാവൽ സ്ക്യൂട്ടി വ്ളോഗ് അവസാനിപ്പിക്കുന്നത്. സോ അപ്പോൾ 1 ഇയർ നിങ്ങളോടുള്ള എൻ്റെ ജേർണി ആക്ച്വലി എടുത്തു പറയുവാണെങ്കിൽ ഐ ബിക്കേം മോർ കോൺഫിഡൻറ്റ്. അതായത് നമ്മുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ മാറ്റി കുറേ എൻ്റെ പാഷനെ എനിക്ക് ചേസ് ചെയ്യാൻ സാധിച്ചത് നിങ്ങളെ കൊണ്ട് മാത്രം, നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഇനിയും കമ്മിറ്റഡ് ആയിട്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളാണ് എനിക്ക് തന്നത്. സോ അപ്പോൾ വൈറ്റ് ബ്രിഡ്ജിൻ്റെ ആ ഒരു മോണിമെൻ്റ്, അതായത് ലവേഴ്സിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റാച്യു ഉള്ള ഈ ഒരു ഭാഗത്ത് നിന്ന്, അത് കുത്തേസി സിറ്റി സെൻറ്ററിൻ്റെ വ്ളോഗ് ട്രാവൽ സ്ക്യൂട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ട്രാവൽ സ്ക്യൂട്ട്. സോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നോട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള നെക്സ്റ്റ് ഇയർ നമ്മൾ ഇവിടുന്ന് ട്രാവൽ സ്ക്യൂട്ട് വൈറ്റ് ബ്രിഡ്ജ് കുത്തേസി ജോർജിയയിൽ നിന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്, അതായത് കുത്തേസി സിറ്റി സെൻറ്റർ, നമുക്ക് ലാസ്റ്റ് വീക്ക് മഴ ആയത് കാരണം അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ അപ്പോൾ ഇന്നാണ് നമ്മൾ അതെല്ലാം, അതായത് ഇവിടെ പ്രധാനപ്പെട്ട ആ ഒരു അട്രാക്ഷൻസ് നമ്മളിവിടുന്ന് എക്സ്പ്ലോർ ചെയ്തത് ഈ വ്ളോഗിലൂടെ. സോ അപ്പോൾ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ട്രാവൽ സ്ക്യൂട്ട്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഹിസ്റ്റോറിക്കലി അവരുടെ കൾച്ചറിനോട് വളരെയധികം ബന്ധമുള്ള ഓൾഡസ്റ്റ് പ്ലേസ് ആണ് ഈ വൈറ്റ് ബ്രിഡ്ജ്. കുത്തേസി സിറ്റി സെൻറ്ററിന് കുത്തേസി സെൻറ്ററിന് തൊട്ടടുത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ റെഫറൻസ്, കാരണം എൻറ്റയർലി ഡിഫറെൻറ്റ് ഓൾഡ് സിറ്റിയുടെ ആ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. സോ കുത്തേസി ഈസ് സോ അമേസിങ്, കാരണം നമ്മൾ വേഴ്സറ്റൈലാണ്, ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ട് കുത്തേസിക്ക്. സോ അപ്പോൾ കുത്തേസിയിൽ നിന്നും ട്രാവൽ സ്ക്യൂട്ടിൻ്റെ വൈറ്റ് ബ്രിഡ്ജിൻ്റെ കുത്തേസി സെൻറ്ററിൻ്റെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. So thank you so much for watching and stay tuned for more vlogs from Georgia. Thank you very much. Thank you.